പശ്ചിമേഷ്യയിൽ യു.എസും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വെറും സൈനിക താവളങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിരുന്ന മുൻപത്തെ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ രാജ്യത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന തന്ത്രപ്രധാനമായ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിലേക്കാണ് ഇരു വിഭാഗവും നീങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിലെ ഏറ്റവും നീളം കൂടിയ ബിവൺ പാലം യു.എസ് തകർത്തതാണ്. വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഇറാനെ സാമ്പത്തികമായും സാമൂഹികമായും അസ്ഥിരപ്പെടുത്തി ഒരു കരാറിലേക്ക് നിർബന്ധിപ്പിച്ച് എത്തിക്കാനുള്ള കൃത്യമായ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പാലങ്ങൾ തകർക്കുന്നത് ഒരു തുടക്കം മാത്രമാണെന്നും ഇറാൻ ഭരണകൂടം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ ഊർജ്ജ നിലയങ്ങളും പവർ പ്ലാന്റുകളും തകർക്കുമെന്നുമുള്ള ട്രംപിന്റെ ഭീഷണി മേഖലയിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഭീഷണിയല്ലെന്നും മറിച്ച് ജനവാസ കേന്ദ്രങ്ങളെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മെഡിക്കൽ റിസർച്ച് സെന്ററുകളെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളിലൂടെ അത് നടപ്പിലാക്കുകയാണെന്നും നിലവിലെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നു. യു.എസ് ആക്രമണങ്ങൾക്ക് പകരമായി ഇറാനും തങ്ങളുടെ പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ആഗോള എണ്ണ വിപണിയെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് എണ്ണ നിലയത്തിൽ വലിയ തീപിടുത്തമുണ്ടായെങ്കിലും മറ്റ് പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഭാഗ്യകരമാണ്. കൂടാതെ ബഹ്റൈനിലെ ആമസോൺ ഡാറ്റ സെന്ററിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഡാറ്റ സെന്റർ വഴി യു.എസിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നാരോപിച്ചാണ് ഇറാൻ ഈ നീക്കം നടത്തിയത്. ഇതോടൊപ്പം അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന IRGCയുടെ അവകാശവാദം യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ ശത്രുപക്ഷത്തിന്റെ സാങ്കേതിക വിദ്യകളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും തകർക്കുക എന്ന തന്ത്രമാണ് ഇറാനും പയറ്റുന്നത്. സൗദി അറേബ്യയിലെ യു.എസ് ബേസിന് നേരെ നടന്ന ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ തങ്ങളുടെ പക്കൽ കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുണ്ടെന്ന് കൂടി ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ സംഘർഷം ആഗോള തലത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ പ്രവർത്തനത്തെ തന്നെയാണ്. ലോകത്തിന്റെ എണ്ണക്കടത്തിന്റെ സിരയായ ഈ പാത തടസ്സപ്പെടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. പ്രതിദിനം 130ഓളം കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ വെറും 16 കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നത് എന്നത് സ്ഥിതിയുടെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് ഓരോ രാജ്യത്തിനും സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് ബഹ്റൈൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. GCC രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയുള്ള ഈ നീക്കം മേഖലയിലെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കാനുള്ള അവസാന ശ്രമമാണ്. റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ ഈ പ്രമേയത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമായേക്കും. പശ്ചിമേഷ്യയിലെ എണ്ണയെ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഈ സാഹചര്യം ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചേർന്ന 40 രാജ്യങ്ങളുടെ യോഗത്തിൽ ഇന്ത്യയും തങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ ഇറാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കമുണ്ടായാൽ അതിൽ ഇന്ത്യ പങ്കാളിയാകില്ല എന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വ്യക്തമാക്കിയത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ജാഗ്രതയെ സൂചിപ്പിക്കുന്നതാണ്. യുഎസുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധത്തെയും ഇന്ത്യ മാനിക്കുന്നു. എണ്ണവില വർധനയും പ്രവാസികളുടെ സുരക്ഷയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാനിൽ ലക്ഷത്തിലധികം വീടുകൾ ആക്രമിക്കപ്പെട്ടതായാണ് റെഡ്
ക്രസൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭിവൺ പാലത്തിന് നേരെ നടന്ന ഇരട്ട ആക്രമണത്തിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് യുദ്ധനൈതികതയുടെ ലംഘനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നത് മേഖലയെ കൂടുതൽ അശാന്തിയിലേക്ക് മാത്രമേ നയിക്കൂ. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം എപ്പോൾ അവസാനിക്കുമെന്നതിൽ ലോകത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. സമാധാന ചർച്ചകൾക്ക് പകരം ഭീഷണികളും ആയുധ പ്രകടനങ്ങളും തുടരുന്നത് പശ്ചിമേഷ്യയെ ഒരു വൻ പൊട്ടിത്തെറിയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്.